നിങ്ങൾ മാങ്കുളം എന്ന് പറഞ്ഞ സ്ഥലത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? എന്നാൽ ഞാൻ ഈ അടുത്താണ് കേട്ടോ ഇങ്ങനൊരു സ്ഥലത്തെ പരിചയപ്പെടുന്നത്. എൻ്റെ അമ്മയുടെ ബ്രദറും ഫാമിലിയായിട്ട് ഞാനൊരു സ്റ്റേക്കേഷന് പോയപ്പോൾ ഒരു പക്ഷേ ഇടുക്കി ജില്ലയിൽ അധികം ആരും എക്സ്പ്ലോർ ചെയ്യപ്പെടാത്ത ഒരു സ്ഥലമായിരിക്കും മാങ്കുളം. എന്തായാലും ഞങ്ങൾക്ക് താമസിക്കാനുള്ള സ്ഥലത്തെത്തിയിട്ട് ഞങ്ങൾ ആദ്യം ചൂസ് ചെയ്തത് ഒരു ജീപ്പ് സഫാരി ആയിരുന്നു. യാത്രയുടെ ഇടയിൽ ഫുള്ള് ഈ ഒരു ചെടി കാണുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതിന് നല്ലൊരു മണവും ഉണ്ടായിരുന്നു. അന്വേഷിച്ചും പിടിച്ചും വന്നപ്പോഴല്ലേ മനസ്സിലായി ഇത് കോഫിയുടെ ചെടിയാണെന്ന്. അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് നമ്മുടെ ആദ്യത്തെ സ്ഥലം എത്തിയേക്കാണ് കേട്ടോ, 33 വെള്ളച്ചാട്ടം. ഈ വെള്ളച്ചാട്ടം എൻ്റെ ഈ ഫോണിലെ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, അടിപൊളിയാണ് കാണാൻ. ഐഫോൺ ഷോട്ട് ഉണ്ട്, ഞാൻ പറ്റിയ പിക്ചർ ആഡ് ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മുടെ രണ്ടാമത്തെ സ്പോട്ട് വന്നത് അതിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു ഹാങ്ങിങ് ബ്രിഡ്ജാണ്, മാങ്കുളം ഹാങ്ങിങ് ബ്രിഡ്ജ്. പിന്നെ നമ്മുടെ മൂന്നാമത്തെ സ്പോട്ട് വന്നിട്ട് പെരുമ്പാക്കുത്ത് ബ്രിഡ്ജാണ്. ഇവിടെ ചൂടുകാലം ആയതുകൊണ്ട് വെള്ളമൊക്കെ വിറ്റി കിടക്കുന്നത്, പക്ഷേ നല്ല മഴയുള്ള സമയത്ത് നല്ല ഭംഗിയാണെന്ന് കാണാമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ഫൈനൽ സ്പോട്ട്, ആനക്കുളം. ഞങ്ങൾ ആക്ച്വലി ആനേനെ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇവിടെ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ ഈ കാഴ്ച കാണാനായിട്ട്. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആരും ഒച്ചയും ബഹളവും ഉണ്ടാക്കാതെയോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്തേക്ക് ഇറങ്ങി ചെന്നൊരു പ്രശ്നം ഉണ്ടാക്കാതെയോ ഒക്കെ എല്ലാവരും ഭയങ്കര കാമായിട്ട് നിന്നതെന്നും കാണുന്നുണ്ടായിരുന്നു. അതിനെന്തായാലും വലിയൊരു കൈയടി. അങ്ങനെ ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം അവസാനിപ്പിച്ച് ഞങ്ങളിതാ തിരിച്ച് താമസിക്കാനുള്ള സ്ഥലത്തേക്ക് പോവാണ്. അവിടെ ചെന്നൊരു കുളി പാസ്സാക്കി നിന്നപ്പോഴേക്കും നമ്മുടെ ഷെഫ് ചപ്പാത്തിയും ചിക്കൻ കറിയും റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കഴിച്ച് ഇനി സുഖമായിട്ടൊരു ഉറക്കം. അപ്പോൾ നാളെ കാണാം. അതുവരയ്ക്കും ടാറ്റാ ബൈ ബൈ.